ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ആട്ടിറച്ചി ആട്ടിറച്ചി കൊണ്ടൊരു അച്ചാറാണ് കേട്ടോ. കണ്ടാ, ആട്ടിറച്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ ഇട്ടിട്ട്, നല്ല വേവുള്ള ഇറച്ചിയാണ്, അപ്പൊ നമുക്ക് കുക്കറിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ വറുത്തെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇറച്ചിനെ കുക്കറിലേക്ക് മാറ്റാം. വെള്ളം ഒഴിക്കണില്ല. അപ്പൊ നമ്മളിത് ഇറച്ചി കുക്കറിലിട്ട് അടിച്ച് അതിൻ്റെ എയറൊക്കെ കളഞ്ഞ് ചൂടാറിയ ശേഷം നമ്മള് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ചീഞ്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നന്നായി ഇത് വറുത്തെടുക്കണം. തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ. നല്ല എണ്ണയിലാണ് കേട്ടോ നമ്മൾ വറുക്കണേ. നമ്മൾ 1/2 ലിറ്ററിൻ്റെ ഒരു 3/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. നമ്മൾ പൈനാപ്പിൾ അച്ചാറിട്ട് വെച്ചതാട്ടത് ഈ 2 കുപ്പിയിലേക്ക് ഉള്ളതന്നെ. മോള് വരുമ്പോൾ കൊടുത്തയക്കാനായിട്ടാണ് കേട്ടോ അതിട്ട് വെച്ചേക്കണേ. നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. എനിക്കറിയില്ല. നമ്മൾ ഫസ്റ്റിട്ടത് ആയി വരുന്നുള്ളൂ കേട്ടോ. കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ആവണം, അല്ലെങ്കിൽ വെള്ളാംശം ഉണ്ടെങ്കിൽ അച്ചാറ് കംപ്ലൈന്റ് വരും. ഇതിലൊക്കെ ഒരു കഷ്ണൊക്കെ ചിക്കൻ പീസൊക്കെ കിട്ടുള്ളൂ. വിളിക്കുമ്പോ എന്നും പരാതി പറച്ചില്ല. ആദ്യമൊക്കെ മീനൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലാട്ടോ ഒന്നുമില്ല. പ്രാവശ്യം പിള്ളേരുകൾ കൂടുതലായില്ലേ, 50 പിള്ളേരായില്ലേ, 50-60 പിള്ളേരായില്ലേ. അപ്പൊ ഹോസ്റ്റലിൽ അനുസരിച്ചുള്ള ഒരു 60 പിള്ളേരുണ്ട്, ബാക്കിയുള്ളത് 100-150 പിള്ളേർ. അത് വേറെ. അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണമാണ് അവര് കൊടുക്കുള്ളൂ. അപ്പൊ ചിക്കൻ പീസൊക്കെ 2 കിട്ടുക ഭാഗ്യ. അപ്പൊ നമ്മളിവിടെ വരുമ്പോ നമുക്ക് എന്തെങ്കിലും മീനച്ചാറാ അതിനെ ഇറച്ച് അച്ചാറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെ അവസാനിപ്പിക്കും പിള്ളേരെല്ലാരും കൂടിയല്ലേ. അതൊരു സന്തോഷമല്ലായിരിക്കും കൊണ്ടുപോകുമ്പോ. ഇനി നമുക്ക് ചാള മേടിച്ച് അച്ചാറിട്ട് വെക്കണം കേട്ടോ. ചാള എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ചാള അച്ചാർ കൊഴുവ നമ്മൾ വിചാരിച്ചായിരുന്നു. ചാള ഇപ്പോഴത്തെ ട്രെൻഡ്. ചാളക്ക് വില കുറവല്ലേ. ചാള അടിച്ച് ഉണക്കി ഉപ്പിലിട്ട് ഉണക്കാല്ലേ, നല്ലതാ. നമുക്ക് മായം ചേർക്കാത്തത് നമുക്ക് വറുത്ത് തിന്നാം. വെയിലുള്ളപ്പോഴേ കൊണ്ടിട്ട് ഉണക്കാം, ഉണക്കി വയ്ക്കാം. നെയ്യുള്ളത് ഉണക്കാൻ പറ്റും, അറിയില്ല. അധികം നെയ്യൊന്നുമില്ലല്ലോ. ഉപ്പിട്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് വെക്കുക. അതെങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഉണക്കുണ്ടായി ഇതൊന്നും, പറഞ്ഞു കേട്ടിട്ടുള്ളൂ. കോരിയിട്ടാ വറുത്ത് വന്നപ്പോഴല്ലേ കുറച്ചുങ്ങി പോയൊക്കെ കേട്ടാ. ഓണിതൊന്നുമില്ല, ചെറിയ പാത്രത്തിലേക്ക് കൊടുത്തോളായിരുന്നുണ്ടായില്ലെന്നുണ്ട്. മുടി കഴിയുമ്പോൾ ഉപ്പ് നോക്കി വരുമ്പോ അവസാനിക്കുന്നുണ്ട്. ചേച്ചി എടുത്തേക്കാണെങ്കിൽ ചേച്ചി പോയില്ല. 1 കിലോ ഇറച്ചിൻ്റെ ആയിരുന്നാണ് എന്തെന്നപ്പോ പകുതിയായി വറുത്തപ്പോ ആദ്യം. പിന്നെ നമ്മള് വീഡിയോ കൂടി ചെയ്യല്ലേ, അവൾക്ക് എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളത് ന്യൂസ് അവിടെ കിട്ടും. പിന്നെ ഇവിടെ വന്ന പിന്നെ നമ്മളെ നിർത്തിപ്പരിക്കും. നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ വെറൈറ്റി അച്ചാറുകളായ കാരണം മറ്റേ നാരങ്ങയും മാങ്ങി മാത്രമല്ല അച്ചാറുകൾ, നെല്ലിക്ക അങ്ങനെയുള്ളത് മാത്രമല്ല. അപ്പോൾ നമ്മുടെ ഇറച്ചി എല്ലതും ആയിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി. മൂന്നാമത്തെ ട്രിപ്പാട്ടോ അത്. 2 ട്രിപ്പ് എടുത്തു. അവസാനം തീ ഓഫ് ചെയ്യാട്ടാ. വെള്ളം താവാൻ പള്ളിയില്ലേ കുറുന്നരി മോഷ്ടിക്കാൻ വരികയില്ല തരാം. വെള്ളായി നാശവും വേറെ തരാട്ടാ. എന്തിട്ടുള്ള അല്ലേ വറുത്ത് വന്നപ്പോ ചെറിയ കുപ്പിയിലേക്കുള്ളതുണ്ടാവും. പിന്നെ എൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയൊക്കെ ഇച്ചിരി കൂടുതലെടുത്തോട്ടാ. വെളുത്തുള്ളി ഇഞ്ചി കഷ്ണാക്കി ഇതേപോലെ മുറിച്ചിട്ടല്ലേ വറുത്തെടുക്കാം. അപ്പം അറിയില്ല. ചൂടാട്ടെ. അപ്പം നമ്മൾ അച്ചാറുണ്ടാക്കാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടിയാണ് ഉപയോഗിച്ചേക്കണം കേട്ടോ. നമ്മൾ വറുത്തെടുത്ത എണ്ണ വീണ്ടും ഒഴിച്ചേക്കണേ. നമുക്ക് എനിക്ക് കായിട്ട് കൊടുക്കാം. മൺചട്ടി. നമ്മൾ കായ അതിലിട്ടുണ്ട് കേട്ടോ. 4 കഷ്ണം അല്ലേ? ചെറിയ കഷ്ണങ്ങൾ പിടിക്കണില്ല. പിടിക്കേണ്ടത് ആവട്ടെ. നമ്മള് പിക്കിൾ പൗഡർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കായ ഇടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇടാറൊന്നുമില്ല. കുറെ കാലത്തിന് ശേഷമാണ് നമ്മുടെ നാടൻ അച്ചാറിടാറുണ്ട്. പൊടികളൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ മസാലപ്പൊടികളിൽ കായ നമ്മൾ വാങ്ങി നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കേട്ടോ ഇട്ട് കൊടുക്കാം. പച്ചമുളക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇറച്ചി ഇടുന്നത്. മീനിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചോര ഇറച്ചിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലേ? ഇറച്ചി അച്ചാറിടണ നമ്മള് വീഡിയോ ചെയ്തിട്ടില്ലേ? എന്നിട്ടാണ് ഉലുവപ്പൊടി, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, സാരപ്പൊടി 1.5 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ അച്ചാറുപൊടി, കായം പൊടിച്ചിട്ടില്ല കേട്ടോ. തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അരിയാണെന്ന് വെച്ചിട്ട് നമ്മൾ കത്തിച്ചു കൊടുക്കാം. ഒരു പൊടി ഇപ്പിട്ട് കൊടുത്തിട്ട് കേട്ടോ. കായം പൊടിക്കണം. ഇതിന് അരി വെച്ച് കൊടുക്കാം കേട്ടോ. കായം പൊടിച്ച്
നമ്മുടെ കായം പൊടിക്കൽ കഴിഞ്ഞിട്ടാ. അടിപൊളി പൊടിഞ്ഞിട്ട് നല്ല മണമുണ്ട് കായത്തിൽ. അച്ചാർ പൊടി കിട്ടാ. നമ്മുടെ കായം പൊടിച്ചിട്ട് കൊടുക്കാം. കായം വെള്ളം എണ്ണയാണല്ലേ? ആ എണ്ണ. എണ്ണ ഒഴിച്ചോക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. പോയി നോക്കി നോക്ക്. ആളി ഒഴിച്ചോ. എണ്ണ വേണ്ടി വരില്ലേ? അത് ഒഴിക്കും. ഗ്യാസ് ഒഴിച്ചോ. ചേട്ടൻ പറഞ്ഞതനുസരിച്ച് പകുതി പകുതി വരുന്നുണ്ട്. നമ്മുടെ ഇറച്ചിയിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒഴിച്ചോ. എണ്ണ വലിച്ചതില്ല. നമ്മുടെ അച്ചാറ് സെറ്റ്. വേറെ ഒന്നും ഇടാനില്ല. ഇല്ല. എങ്ങനെയുണ്ടെന്ന് നോക്കാം. വേണ്ടേ നോക്കി നോക്കാം. പൊടിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാട്ടോ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചൂടുണ്ടോ? ചെറിയ ചൂടുണ്ടാവും. നോക്കിട്ടപ്പോഴുണ്ടോ ഊതി കഴിയും. ഉപ്പ് നോക്കിയിട്ട് പറയണ വേണമെങ്കിൽ ഇത്തിരി ഉപ്പിടണം കേട്ടോ. ഉണ്ടല്ലേ? പൊടിക്ക് വേണമെങ്കിൽ ഇടാം അല്ലേ? സാറിന് ഒരു പൊടിക്ക് മുന്നേ നിൽക്കണ്ടേ? കുഴപ്പമില്ല. പൊടിക്കുന്നുള്ളൂ. പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.